ഗാസ മുനമ്പിന്റെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി ഇസ്രായേൽ. ഗാസയുടെ 70% പ്രദേശവും സൈനിക ഭരണത്തിന് കീഴിലാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് ഉത്തരവിട്ടു. വെസ്റ്റ് ബാങ്കിൽ നടന്ന ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ ഗാസയിലെ 60% പ്രദേശം ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ഇത് ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 70% എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ സൈനിക നീക്കങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾ പരോക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ പുതിയ നീക്കം സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഈ നടപടി ഒക്ടോബറിൽ ധാരണയായ വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് ആരോപിച്ചു. ഇസ്രായേൽ സൈന്യം മുന്നേറുന്നതോടെ ഗാസയിലെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അതിജീവനത്തിനായി കൂടുതൽ ഇടുങ്ങിയ സുരക്ഷിത മേഖലകളിലേക്ക് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ മാത്രം 900-ഓളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയ്ക്ക് പുറമെ തെക്കൻ ലബനനിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 120-ലധികം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. തെക്കൻ ലബനനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു. അവിടുത്തെ താമസക്കാരോട് ഉടൻ തന്നെ വടക്കൻ ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചു. മിസൈലുകളും വ്യോമാക്രമണങ്ങളും കൊണ്ട് ഗാസയും ലബനനും ഒരുപോലെ കത്തിയെരിയുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ ആശങ്കയിലാണ്.